നമസ്കാരം. മായി വെള്ളിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എത്ര പേർക്ക് വാലിഡ് ആവണമെന്ന് അറിയില്ല. വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വിട്ടുകളയാം. വാലിഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി മാത്രം നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. എപ്പോഴും വളരെ പോസിറ്റിവിറ്റിയോടുകൂടി, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് 2 of Wands ആണ് വന്നേക്കുന്നത്. ദ സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്. ഇന്ന് 10 of Pentacles ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 of Wandsൽ ഒരു ഭൂഗോളം കയ്യിൽ പിടിച്ച് മുന്നോട്ട് നോക്കി നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു ചിത്രമാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ കരിയറിനെ കുറിച്ച് അഗാധമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ 2 അവസരങ്ങളുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. രണ്ടാമത്തെ കാർഡിലെ സ്ട്രെങ്ത് എനർജിയിൽ പറയുന്നത് ഒരു മൃഗരാജാവിനെ തൻ്റെ രീതിയിൽ മെരുക്കിയെടുക്കുന്ന ഒരു സ്ത്രീയെ, ഒരു സ്ട്രോങ് വിമണിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഏത് സാഹചര്യവും നിങ്ങളുടെ രീതിയിൽ ഇണക്കിയെടുത്ത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 10 of Pentacles പറയുന്നത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. പെൻറ്റിക്കിൾസിൽ അതിനർത്ഥം സഫലീകരണം, ധനം എന്നാണ്. ധനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. അതിനുള്ള മനസ്സ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്നാണ് ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന ഇന്നത്തെ ഗൈഡൻസ്. അപ്പം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ലക്ഷ്യവും എല്ലാം എങ്ങനെ മുന്നേറാമെന്ന് മാത്രമായിരിക്കണം. നമ്മൾ മറ്റുള്ളവർ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ തളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ പിന്നോട്ട് വലിച്ചിടുന്നവരെക്കുറിച്ചും ചെവി കൊടുക്കുകയോ കണ്ണ് കൊടുക്കുകയോ ചെയ്യാതെ നമ്മളുടെ ലക്ഷ്യം എപ്പോഴും മുന്നോട്ട് തന്നെ ആയിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്കൊരു സഫലീകരണം, ഒരു ധനസമ്പാദനത്തിന് ഉള്ള ഒരു മുന്നേറ്റം എല്ലാം നിങ്ങളെ മുന്നിൽ തന്നെയുണ്ട്. അതിനുള്ളൊരു മനസ്സ് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. നല്ല സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും ഏത് സാഹചര്യവും മെരുക്കിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.